ഈ അർജുൻ്റെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. ധന്യല്ലായിരുന്നു തന്നെയായിരുന്നു. അത് നമ്മൾ നമുക്ക് കള്ളൻ ഒരു വ്യത്യസ്ത സിനിമ പറയാം. കള്ളൻ ഇത് നോർമൽ ഒരു കള്ളനല്ല, വ്യത്യസ്തനായ പുള്ളിക്കാരൻ്റെ ഒരു കുറേ സ്പെഷ്യാലിറ്റീസും പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആണ് അങ്ങനെ ഒരു കോസ്റ്റ്യൂമിലേക്ക് ഒരു കാറ്റ് പോലെ പറന്നിറങ്ങുന്ന, ആർക്കും പിടുത്തം കിട്ടാത്ത. പുണ്യാളനല്ലല്ലോ അല്ലേ? അത് കുറച്ചാളുകൾ കാണാതെ ഉണ്ടാവുമല്ലോ സിനിമ, കാണാനുണ്ടാവില്ല. പുള്ളിയാളനാണോ അല്ലയോ എന്നൊന്നും നമ്മൾ ശരിക്കും പറയുന്നില്ല. അങ്ങനെയാണോ? സിനിമ ഈ പുണ്യാളൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പം ഞാൻ കരുതുന്നത്, പുണ്യാളൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പുണ്യാളനാവുന്നത് ചില സിറ്റുവേഷനിലൂടെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാദർ തോമസിന്റെ പുണ്യാളൻ തന്നെയാണ്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പുണ്യാളൻ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്.